മല പോലെയുള്ള എത്ര വലിയ പ്രയാസമാണെങ്കിലും പ്രശ്നമാണെങ്കിലും എത്ര വലിയ നീറുന്ന പ്രശ്നമാണെങ്കിലും വളരെ നിസ്സാരമായ രൂപത്തിൽ ഇല്ലാതെയാക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം. ഇൻഷാ അല്ലാ ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ ഈ അമൽ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ നീറുന്ന പ്രശ്നമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുകയാണ്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച പ്രശ്നമാണെങ്കിലും വളരെ നിസ്സാരമായ രൂപത്തിൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാകും. ഏതാണ് ആ അത്ഭുതകരമായ അമലെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ കരുണക്കടലായ രാജാതിരാജനായ അള്ളാഹ്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അള്ളാഹ്. എല്ലാവർക്കും സമാധാനമുള്ള ജീവിതം നൽകണേ അള്ളാഹ്. എല്ലാവർക്കും സന്തോഷം നൽകണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് ഉമ്മമാര് പറയലുണ്ട്, ഉസ്താദെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്, പലപ്പോഴും ആത്മഹത്യ ചെയ്യട്ടെ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് പല ഉമ്മമാരും സങ്കടം പറയാറുണ്ട്. ഒരിക്കലും എന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇനി മാറൂല ഉസ്താദെ, മരണം വരെ എന്റെ പ്രയാസങ്ങളും എന്റെ പ്രതിസന്ധികളും എന്റെ കൂടെ ഉണ്ടാകുമെന്ന് എത്ര ഉമ്മമാരാണ് സങ്കടം പറഞ്ഞിട്ടുണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാ എത്ര വലിയ മലമോലെയുള്ള പ്രശ്നമാണെങ്കിലും അത് മഞ്ഞുപോലെയാക്കാൻ പറ്റുന്ന, എത്ര വലിയ നീറുന്ന പ്രശ്നമാണെങ്കിലും വളരെ നിസ്സാരമായ രൂപത്തിൽ ഇല്ലാതെയാക്കാൻ പറ്റുന്ന അമലുകള് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സലഫു സ്വാലിഹീങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു അമലാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സൂറത്തു ത്വലാഖിലെ ഒരു ആയത്തിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾക്ക് എന്ത് പ്രയാസം വരികയാണെങ്കിലും ഏത് പ്രതിസന്ധികൾ വരികയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഖുർആനൊക്കെ ഓതലുണ്ട്, പല മജ്ലിസിലും പങ്കെടുക്കാറുണ്ട്. അതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ അള്ളാഹുമായുള്ള കടമകൾ തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുമായുള്ള കടമ എന്ന് പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് 5 വക്ത് നിസ്കാരം എന്ന് പറയുന്നത്. പല ആളുകളും വളരെ നിസ്സാരമായ രൂപത്തില് നിസ്കാരം ഖളാ ആക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകാതിരിക്കും. അള്ളാന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അതിൽ സമ്പത്ത് പെടും, നല്ല ജോലി പെടും, നല്ല വീട് പെടും, നല്ല മക്കള് പെടും, നല്ല ദാമ്പത്യ ജീവിതം പെടും. അപ്പൊ നിസ്കാരമില്ലെങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടാകൂല, അതുപോലെ നല്ല ജോലി ലഭിക്കൂല, കിട്ടുന്ന ക്യാഷിൽ ബറക്കത്ത് ഉണ്ടാകൂല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള് നമ്മൾക്ക് നിന്നു പോകുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ കണ്ടെത്തുക, ദിക്റുകൾ ചൊല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക. ഇത് നിസ്കാരമൊന്നുമില്ല. അതുപോലെ ജുമാ നിസ്കാരം പോലും ഒഴിവാക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അങ്ങനെ ദ്വാരക്കുക, മജ്ലിസിൽ ദുആ ചെയ്യാൻ പറയാം. അതുകൊണ്ട് പറ്റൂല. നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് മജ്ലിസിൽ നിസ്കാരത്തിന്റെ മഹത്വങ്ങളും നിസ്കാരം ഒഴിവാക്കിയാലുള്ള ദുനിയാവിലുള്ള ആഖിറത്തുള്ള ശിക്ഷകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായി പ്രവേശിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, എന്നാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മളെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ ഏറ്റവും നല്ല അമൽ എന്താണ്? അപ്പൊ നബി പറയുന്നുണ്ട്, നിന്റെ സ്വഭാവം നന്നാക്കുക, മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ പെരുമാറുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യയോട്, മക്കളോട്, ഭർത്താക്കന്മാരോട്, അമ്മായിമ്മയോട്, അമ്മോശനോട്, ഇളയച്ചിയോട്, മൂത്തച്ചിയോട്, മരുമക്കളോട്, അയൽവാസികളോട്, കൂട്ടുകാരോട് നല്ല നിലക്ക് പെരുമാറുക. അപ്പൊ സ്വഭാവം നന്നാക്കൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ അത് കാരണമാണ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹിന്റെ അനുഗ്രഹം ലഭിക്കാൻ പ്രശ്നങ്ങളും എത്ര വലിയ പ്രശ്നങ്ങളും മാറാൻ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. ഇന്ന് പല ആളുകളും കുടുംബക്കാരോട് തെറ്റിയിട്ടാണ് ജീവിക്കുന്നത്. ഒരു വീട്ടിലുള്ള ജ്യേഷ്ഠനും അനിയനും തെറ്റിയിട്ടുണ്ടാവും. എങ്ങനെയാണ് ആ വീട്ടിൽ താമസിക്കുക? ഉമ്മയും ഉപ്പയും തെറ്റിയിട്ട് ആ വീട്ടിൽ എങ്ങനെയാണ് താമസിക്കുക? ഉമ്മാനോട് തെറ്റി, ഉപ്പാനോട് തെറ്റി, എങ്ങനെയാണ് ആ വീട്ടിൽ താമസിക്കുക? സ്വന്തം അടുത്തുള്ള അയൽവാസികളോട് തെറ്റി പിണങ്ങി എങ്ങനെയാണ് ആ വീട്ടിൽ താമസിക്കുക? ഇളയച്ചിയും മൂത്തച്ചിയും പരസ്പരം തെറ്റി ആ വീട്ടിൽ എങ്ങനെയാണ് താമസിക്കുക? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ പരസ്പരം തെറ്റൽ ഒഴിവാക്കണം, കുടുംബ ബന്ധം പുലർത്തണം, കുടുംബക്കാരോട് നല്ല നിലക്ക് പെരുമാറണം. എന്നാൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകും, അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും, സ്വർഗം ലഭിക്കും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊരു കാര്യമാണ് സ്വലാത്തുമായി ബന്ധപ്പെടുക. അള്ളാഹിന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാനുള്ള ഒരു വഴിയാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സ്വലാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഒരുപാട് പറയാണ്ട് സ്വലാത്തിനെ കുറിച്ച്, ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. മറ്റൊരു കാര്യമാണ് ക്ഷമിക്കുക. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ ദുനിയാവിൽ നമ്മൾ നേരിടേണ്ടി വരും. ആ സമയത്ത് ക്ഷമിക്കണം. ക്ഷമിച്ചവർക്ക് വിജയമുണ്ടെന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷമ നമ്മളെ ജീവിതത്തിലെങ്കിൽ നമ്മൾക്ക് പരാജയം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അസ്വബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്. അപ്പൊ ഏത് പ്രതിസന്ധി വരുമ്പോഴും, അള്ളാഹിന്റെ പരീക്ഷണം വരുമ്പോഴും ക്ഷമിക്കുക. എന്നാൽ നമ്മൾക്ക് വിജയം ലഭിക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളത്. എന്തെങ്കിലും പ്രയാസം വരുമ്പോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് അള്ളാഹിനെ ചീത്ത പറയുന്ന ആളുകളുണ്ട്, അള്ളാഹിനെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു എനിക്കൊന്നും തരൂല, അള്ളാഹു മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും, എന്റെ ഏട്ടന് നല്ലോണം കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലുള്ള ആളുകൾക്ക് നല്ലോണം കൊടുത്തിട്ടുണ്ട്, എനിക്കും അള്ളാഹ് ഒന്നും തരൂല, എനിക്ക് അള്ളാഹു ഒക്കെ മുടക്കി വെച്ചിക്കാണ്. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് മോശം ചിന്തിക്കാൻ പറ്റൂല. ഇത് ദുനിയാവാണ്. അള്ളാഹു പല രൂപത്തിലും പരീക്ഷിക്കും. അള്ളാഹിന്റെ അമ്പിയാക്കളെ അള്ളാഹു പരീക്ഷിച്ചു, ഔലിയാക്കളെ അള്ളാഹു പരീക്ഷിച്ചു, ഫാത്തിമ ബീബിയെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരീക്ഷിച്ചു, ഖദീജ ബീവിയെ പരീക്ഷിച്ചു, പിന്നെണ്ടോ ചപ്പു ചവറുകളായ നമ്മളെ. അപ്പൊ അള്ളാഹിന്റെ പരീക്ഷണം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് മോശമായി ഒന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇൻഷാ അല്ലാഹ് സൂറത്തു ത്വലാഖിലെ ഞാൻ പറയാൻ പോകുന്ന ആയത്തുകൾ പറയുന്നത് പോലെ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. മല പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകുന്നതായി കാണാം. എത്രയോ ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഖുർആനിന്റെ ആണ്, ഇത് ഖുർആനിക ചികിത്സയാണ്, തള്ളിക്കളയണ്ട. ഖുർആൻ എല്ലാറ്റിനും പരിഹാരമാണ്. എത്ര വലിയ നീറുന്ന പ്രശ്നങ്ങളും നിസാരമായ രൂപത്തിൽ ഇല്ലാതെയാകുന്നതായി കാണാം. ഇനി ഒരിക്കലും മാറില്ല എന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അത് മാറുന്നതായി കാണാം. സൂറത്തു ത്വലാഖ് മറിക്ക്, സൂറത്തു ത്വറാഖിലെ 2-ാമത്തെ ആയത്തിന്റെ പകുതി മുതൽ 3-ാമത്തെ ആയത്ത് മുഴുവനായി ഓതണം. അപ്പൊ ഏത് മുതലാണ് ഓതേണ്ടത്? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ് ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. ഒന്നുകൂടെ ഓതിത്തരാം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا.
ഇങ്ങനെയാണ് സൂറത്തു ത്വലാഖിലെ രണ്ടാമത്തെ ആയത്തിന്റെ അവസാനം മുതൽ മൂന്നാമത്തെ ആയത്ത് മുഴുവനായി പാരായണം ചെയ്യുക. എത്ര പ്രാവശ്യമാണ് പാരായണം ചെയ്യേണ്ടത്? 117 തവണയാണ്. 117 തവണ സിമ്പിളായി ഓതി തീർക്കാൻ പറ്റുന്നതാണ്. എപ്പോഴാണ് ചൊല്ലേണ്ടത്? രാവിലെയും വൈകുന്നേരവും ചൊല്ലുക. രാവിലെയും 117, വൈകുന്നേരവും 117 പ്രാവശ്യം. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. ഈ പറഞ്ഞ ആയത്തുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല, ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ല, ഈമാൻ നൽകണേ അല്ല, സലാമത്ത് നൽകണേ അല്ല, രക്ഷ നൽകണേ അല്ല, എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ റബ്ബേ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല, ജീവിതത്തില് കുടുംബ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ല, മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ല, ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, അയൽവാസികള്, ഉറ്റവര്, ഉടയവര്, വെല്ലുപ്പ വെല്ലുമ്മമാര്, പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്ന പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, കുടുംബക്കാര്, എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ റബ്ബേ. നിന്റെ കാവല് നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.